Group strategies to gain power. There are several strategies that various groups use to gain power in an intergroup conflict situation. Some of these strategies allow cooperation and sharing between groups, while other strategies are more competitive and increase the power of one group at the expense of others. They are contracting. It refers to the negotiation or agreement between two groups. Co-opting. It occurs when a group gives some of its leadership position to members of other groups or includes them in its policy making committees. Forming association. In forming an association, two or more groups cooperate or combine their resources in order to increase their power over other group. Influencing decision criteria. Groups can also sometimes exert power to change criteria for decision making that are selected as a basis for resource distribution. Controlling information. Gaining access to sensitive information and then limiting other groups' access to increase the power of information. Rich group and other subunits. Pressure tactics. These are applied to force others to use most competitive strategy a group can use to gain power. For instance, a union might threaten to strike to pressurize management. ഗ്രൂപ്പ് പവർ ഗെയിൻ ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ ചില സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ കോപ്പറേഷനും ഷെയറിങ്ങും എമംഗ് ഗ്രൂപ്പ് മെമ്പേഴ്സാണ് ഉണ്ടാവുക. പക്ഷേ ചിലത് കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ പവർ ഓറിയൻറ്റഡ് സ്ട്രാറ്റജിയാണ്. അതായത് ഒരു ഗ്രൂപ്പിന് മറ്റൊരു ഗ്രൂപ്പിനേക്കാൾ പവർ ഉണ്ടാവുകയോ അല്ലെങ്കിൽ അവരെക്കാൾ അധികം കോമ്പറ്റീറ്റീവ് എഡ്ജ് ഉണ്ടാവുകയോ ചെയ്യുന്ന സ്ട്രാറ്റജീസാണ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് കോൺട്രാക്റ്റിംഗ്. ഈ കോൺട്രാക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രൂപ്പുകളും തമ്മിൽ ഒരു നെഗോഷിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നതിനെയാണ് കോൺട്രാക്റ്റിംഗ് എന്ന് പറയുന്നത്. കോ ഓപ്റ്റിംഗ്. ഇതിൽ ഒരു ഗ്രൂപ്പ് അതിൻ്റെ ലീഡർഷിപ്പ് പൊസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ പോളിസി മേക്കിംഗ് കമ്മിറ്റീസിലൊക്കെ മറ്റുള്ള ഗ്രൂപ്പ് മെമ്പേഴ്സിനെ കൂടി ഇൻക്ലൂഡ് ചെയ്യിക്കുന്ന സ്ട്രാറ്റജീനെയാണ് കോ ഓപ്റ്റിംഗ് എന്ന് പറയുന്നത്. ഫോമിംഗ് അസോസിയേഷൻ. ഒരു അസോസിയേഷൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ ഗ്രൂപ്പുകൾ കോപ്പറേറ്റ് ചെയ്യുകയും അവരുടെ റിസോഴ്സസ് ഷെയർ ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ രണ്ടോ മൂന്നോ ഗ്രൂപ്പുകൾ കൂടിയിട്ടൊരു അസോസിയേഷൻ ഫോം ചെയ്യുന്ന സമയത്ത് അത് അവരുടെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യിക്കുകയാണ് ചെയ്യുക. നെക്സ്റ്റ്, ഇൻഫ്ലുവൻസിങ് ഡിസിഷൻ ക്രൈറ്റീരിയ. ചില ഗ്രൂപ്പുകൾ ഡിസിഷൻ മേക്കിംഗ് ക്രൈറ്റീരിയയിലൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും ഓൺ റിസോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഒക്കെ. നെക്സ്റ്റ്, കൺട്രോളിങ് ഇൻഫോർമേഷൻ. ഒരു ഗ്രൂപ്പിന് സെൻസിറ്റീവ് ഇൻഫോർമേഷൻ ലഭിക്കാനുള്ള ആക്സസ് അവർ ഗെയിൻ ചെയ്യും. എന്നിട്ടതിന് ശേഷം അവർ മറ്റവരുടെ ആക്സസ്, അതായത് നെക്സ്റ്റ് വേറൊരു ഗ്രൂപ്പ് കൂടി ഉണ്ടെങ്കിൽ അവരുടെ ഇൻഫോർമേഷൻ ഗെയിൻ ചെയ്യാനുള്ള ആക്സസ് ലിമിറ്റ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് കൺട്രോളിങ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. പ്രഷർ ടാക്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രഷർ യൂസ് ചെയ്യുക, അതായത് ത്രെറ്റൻ ചെയ്യുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും ടൈപ്പ് പ്രഷർ യൂസ് ചെയ്തിട്ട് വിൻ ചെയ്യുന്നതിനെയാണ്, അതായത് പവർ വിൻ ചെയ്യുന്നതിനെയാണ് പ്രഷർ ടാക്ടിക്സ് എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളത് യൂണിയൻ സ്ട്രൈക്ക് നടത്തുമെന്ന് പറഞ്ഞിട്ട് മാനേജ്മെൻറ്റിനെ പ്രഷറൈസ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ്. നെക്സ്റ്റ്, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. മെത്തേഡ് ടു സോൾവ് ഇന്റർഗ്രൂപ്പ് conflict indirectly. The various methods to solve intergroup conflict indirectly are as follows. Avoidance. It's an indirect method often used by managers. It includes avoidance of direct approach on the part of managers to solve among groups. Second one, encouragement. This is another indirect method to solve group conflict. It includes encouragement on the part of manager to the group so that we'll be able to meet and discuss their differences. ഇൻ്റർഗ്രൂപ്പ് കോൺഫ്ലിക്റ്റുകൾ
സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെത്തേഡുകളാണ് ഓർഗനൈസേഷൻ അഡോപ്റ്റ് ചെയ്യുന്നത് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് ഇൻഡയറക്റ്റ് മെത്തേഡാണ്. ഇൻഡയറക്റ്റ് മെത്തേഡിൽ ആദ്യം വരുന്നതാണ് അവോയ്ഡൻസ് എന്ന് പറയുന്നത്. ഈ അവോയ്ഡൻസ് ഒരു ഡയറക്റ്റ് അപ്രോച്ചാണ്. മാനേജ്മെൻറ്റ് അവരുടെ അവോയ്ഡ് ചെയ്യാൻ ഗ്രൂപ്പിൻ്റെ പ്രോബ്ലംസിനെയൊക്കെ അവോയ്ഡ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് എൻകറേജ്മെൻ്റ് എന്നാണ്. എൻകറേജ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജേഴ്സും ഗ്രൂപ്പ്സ് പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ എൻകറേജ് ചെയ്യുക, ഗ്രൂപ്പ്സിനെ എൻകറേജ് ചെയ്യുക, അവരുമായിട്ട് അവർക്ക് ഡിസ്കസ് ചെയ്യാനും അവരുടെ ഡിഫറൻസസൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി അത് സോൾവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് എൻകറേജ്മെൻ്റ് എന്ന് പറയുന്നത്. അതായത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി മാനേജ്മെൻറ്റ് ഇനീഷ്യേറ്റീവ്സ് എടുക്കുക. നെക്സ്റ്റ് bargaining. This is indirect method in which group agree as to which each of them will get and give others regarding their work. This make the accomplishment of assigned task much easier. For example, one group may agree to give other a quick turnaround time on the repair of needed equipment only if second group agree to bring complaints about the quality of repairs to it before going to management. ബാർഗെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഗ്രൂപ്പുകളും പരസ്പരം ബാർഗെയിൻ ചെയ്തിട്ട് ഒരു ഡിസിഷനിൽ എത്തുന്നതിനെയാണ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. രണ്ട് ഡിപ്പെൻഡൻറ്റ് ഗ്രൂപ്പുകളാണെങ്കിൽ പരസ്പരം അവർ രണ്ട് പേരും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവർ പരസ്പരം എഗ്രി ചെയ്യുക അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് അവർ എന്തെങ്കിലും ബാർഗെയിനിങ്ങും വയ്ക്കാം, എന്നിട്ട് അവർ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനെയാണ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. Next, persuasion. This is an indirect method in which group find the areas of common interest and among themselves. The groups try to find out these interest level where they have to say. Afterwards, the group try to show how important it is each of them in attaining organizational goal. അതായത് ഈ ഗ്രൂപ്പ് മെമ്പേഴ്സ് രണ്ട് മൂന്ന് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവരിലുള്ള ആൾക്കാർ അവരുടെയൊക്കെ കോമൺ ഇൻട്രസ്റ്റുകളൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇങ്ങനെ കോമൺ ഇൻട്രസ്റ്റ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു ഇടയിൽ ഒരു അറ്റാച്ച്മെൻറ്റ് വരും. ഈ അറ്റാച്ച്മെൻറ്റ് യൂസ് ചെയ്തിട്ട് ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് സോൾവ് ചെയ്യാൻ നോക്കാം. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് സോൾവ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഗ്രൂപ്പ് മെമ്പേഴ്സും ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യും. ഇത്രയുമാണ് ഇൻഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് കോൺഫ്ലിക്റ്റ് മാനേജ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് മെത്തേഡ്സ് ടു സോൾവ് ഇൻ്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ്. ഇൻ്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റുകൾ സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡയറക്റ്റ് മെത്തേഡ്സ് ആണ് പറയാൻ പോകുന്നത്. ഇഗ്നോറിംഗ് കോൺഫ്ലിക്റ്റ്. ദിസ് ഈസ് എ ഡയറക്റ്റ് മെത്തേഡ് യൂസ്ഡ് ബൈ managers to solve intergroup conflicts. Ignoring the conflict is characterized by absence of behavior where the members of groups avoid dealing with the dysfunctional aspects of the conflict. In this, a group simply refuses to attack other group. But the disadvantage of this method is that it ignores the cause of conflict, and as a result, the conflict situation frequently continues or get worse over time. Next, domination by management. This method of solving intergroup conflict emphasizes on improving the intergroup relations. To improve intergroup relation, greater integration or collaboration among group members is needed. Management can use domination to minimize the conflict by exercising its authority and power over the group and their members. Next, removing key figures in the conflict. This is another direct method to solve intergroup conflict. If a conflict arises because of personality differences between two individuals, removing them is a possible solution. It includes removal of the key figure in the conflict. The key figure that are to be removed may be leaders of the groups, and removing them could lead to greater conflict. It may also lead to pinpoint accurately the individual who are the root cause of
കോൺഫ്ലിക്റ്റ്. ഇൻ്റർഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് ഡീൽ ചെയ്യാനുള്ള മെത്തേഡ്സിൽ ഫസ്റ്റ് പറയുന്നതാണ് ഇഗ്നോറിങ് ദി കോൺഫ്ലിക്റ്റ്. അതായത് കോൺഫ്ലിക്റ്റ് ഇഗ്നോർ ചെയ്യാം. സപ്പോസ് നമ്മൾ ഒരു ഗ്രൂപ്പും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അതിലൊരു ഗ്രൂപ്പ് അവരെ ഇഗ്നോർ ചെയ്യുക, ആ പ്രശ്നം അങ്ങ് അവോയ്ഡ് ചെയ്യുന്നതിനെയാണ് ഇഗ്നോറിങ് ദി കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡൊമിനേഷൻ ബൈ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് ഈ കോൺഫ്ലിക്റ്റ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ടുകൾ എടുക്കുക. മാനേജ്മെൻറ്റിന് ഗ്രൂപ്പിൻ്റെ പവർ ഡൊമിനേഷനൊക്കെ മാനേജ്മെൻ്റ് ആക്കുക. എന്നിട്ട് മാനേജ്മെൻറ്റ് ആ അതോറിറ്റിയും പവറും യൂസ് ചെയ്തിട്ട് ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് റെഡ്യൂസ് ചെയ്യാം. നെക്സ്റ്റ്, റിമൂവിങ് കീ ഫിഗേഴ്സ് ഇൻ ദി കോൺഫ്ലിക്റ്റ്. രണ്ട് ഇൻഡിവിജ്വൽ തമ്മിലാണ് ഒരു കോൺഫ്ലിക്റ്റ് വന്നിട്ടുള്ളത്. പേഴ്സണാലിറ്റി ഡിഫറൻസ് മൂലമുള്ള ഇൻഡിവിജ്വൽസിൻ്റെ പേഴ്സണാലിറ്റി ഡിഫറൻസ് മൂലമാണ് കോൺഫ്ലിക്റ്റ് വന്നിട്ടുള്ളത് എങ്കിൽ എന്താണോ ആ കീ ഫിഗർ ആയിട്ടുള്ളത് ആ കീ ഫിഗറിനെ റിമൂവ് ചെയ്യുക. ആരാണോ ആ കീ പേഴ്സൺ അവരെ ആ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യാം. ചിലപ്പോൾ ഈ റിമൂവ് ചെയ്യുന്ന കീ ഫിഗർ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ലീഡർ ആകാം. അങ്ങനെ ആരെങ്കിലും ആകുന്ന സമയത്ത് ഗ്രൂപ്പിൻ്റെ ഏതെങ്കിലും മെയിൻ ആളാണെങ്കിൽ അത് ചിലപ്പം വലിയൊരു കോൺഫ്ലിക്റ്റിനും അതായത് എക്സിസ്റ്റിംഗ് കോൺഫ്ലിക്റ്റിനേക്കാളും വലിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. സോ കീ ഫിഗറിനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഓർഗനൈസേഷൻ പ്രോപ്പർ കെയർ കൊടുക്കണം. കാരണം കീ ഫിഗർ ആ ഗ്രൂപ്പിൻ്റെ മെയിൻ പേഴ്സൺ ആവുന്ന സമയത്ത് അത് ചിലപ്പം പ്രശ്നം കുറച്ചുകൂടി രൂക്ഷമാവാനുള്ള ചാൻസ് ഉണ്ട്. Problem solving. Management can also establish a task force with representative from groups in a conflict to work on problems. The task force develop the ideas and procedures for improving group interaction and thereby attempt to solve conflict arising between groups. അതല്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിനൊരു ടാസ്ക് ഫോഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാം. ഈ ടാസ്ക് ഫോഴ്സിൻ്റെ അകത്ത് ഈ കോൺഫ്ലിക്റ്റ് ഉള്ള ഗ്രൂപ്പ്സിലെ മെമ്പേഴ്സും ഉണ്ടാകും. ഇവർ കുറച്ച് ഐഡിയാസും പ്രൊസീജിയേഴ്സൊക്കെ കണ്ടുപിടിച്ചിട്ട് മാനേജ്മെൻറ്റിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുക. ഗ്രൂപ്പ് ഇൻ്ററാക്ഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും അല്ലെങ്കിൽ അവർ തമ്മിലെ കോൺഫ്ലിക്റ്റ് സോൾവ് ചെയ്യാനുള്ള ഐഡിയാസൊക്കെ ഈ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്ക് ഫോഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യും. എന്നിട്ട് അവർ മാനേജ്മെൻറ്റിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്യും. ഇങ്ങനെ അതിൻ്റെ ബേസിൽ അവരുള്ള ഗ്രൂപ്പുകൾ തമ്മിലുള്ള പ്രോബ്ലം സോൾവ് ചെയ്യും. അപ്പീലിംഗ് ടു സബോർഡിനേറ്റ് ഗോൾസ്. ദി ഫൈനൽ മെത്തേഡ് to minimize conflict is to find superordinate goals. For example, a wide profit sharing plan of a company may encourage group to work together. If the profit of a company are distributed among employees at the end of the year, the conflict among groups can reduce. The superordinate goals are as follows. The assignment and coordination of work among groups should be clarified so that daily dispute over minor issues can be avoided. അപ്പീലിംഗ് ടു സൂപ്പർ ഓർഡിനേറ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ സൂപ്പർ ഓർഡിനേറ്റ് ഗോൾസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ എംപ്ലോയീസിന് മുന്നിൽ ക്ലിയർ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുക. അതായത് അവർ തമ്മിൽ എല്ലാ ഗ്രൂപ്പുകളും ഒരുമിച്ച് നല്ല രീതിയിൽ ഇൻ്ററാക്ട് ചെയ്ത് പോയാൽ മാത്രമേ ഉള്ളൂ ഈ ഗോളുകളൊക്കെ അച്ചീവ് ചെയ്യുക എന്നുള്ളത് അവർക്ക് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഡേ ടു ഡേ മൈനർ ഇഷ്യൂസൊക്കെ അവോയ്ഡ് ചെയ്യണം. അവോയ്ഡ് ചെയ്തിട്ടില്ല എങ്കിൽ അവരുടെ ഓർഗനൈസേഷൻ്റെ ഗോള് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അത് എംപ്ലോയീസിൻ്റെ സർവൈവലിനെയും അഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യമൊക്കെ എംപ്ലോയീസിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കഴിഞ്ഞ് അവരെ ഓർഗനൈസേഷൻ്റെ ട്രാക്കിലേക്ക് കൊണ്ടുവരാം. ഇതാണ് അപ്പീലിംഗ് സൂപ്പർ ഓർഡിനേറ്റ് ഗോൾ എന്ന് പറയുന്നത്. അതായത് അതല്ലെങ്കിൽ എംപ്ലോയീസിനോട് പറയാം ഒരു വലിയ പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാൻ ഉണ്ട്, നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഇത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് എംപ്ലോയീസിനാണ് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസ് ആ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ ചെറിയ ചെറിയ മൈനർ ഇഷ്യൂസൊക്കെ അവോയ്ഡ് ചെയ്യും. Manager should monitor reward system to eliminate any win-loss conflict among group members.
The use of cooperative approaches among groups in organization often lead more positive result than does the use of competitive approach. കോമ്പറ്റേറ്റീവ് അപ്രോച്ചുകൾ മാനേജ്മെൻറ്റ് ഉപയോഗിക്കുന്നതിലും നല്ലത് കോപ്പറേറ്റീവ് അപ്രോച്ചുകൾ യൂസ് ചെയ്യുന്നതാണ്. അതാണ് ബെറ്റർ ഗ്രൂപ്പ് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം. നെക്സ്റ്റ്, മാനേജേഴ്സ് ക്യാൻ എസ്റ്റാബ്ലിഷ് റൂൾസ് ആൻഡ് സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ടു റെഗുലേറ്റ് കോൺഫ്ലിക്റ്റ് ഇൻ മോർ കൺസ്ട്രക്റ്റീവ് ആൻഡ് ഇഫക്റ്റീവ് വേയ്സ്. മാനേജേഴ്സിന് റൂളുകളും പ്രൊസീജിയേഴ്സും ഒക്കെ ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം കോൺഫ്ലിക്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടി.